കുംഭം എന്നാൽ അമൃത് എന്നാകുന്നു. ഭൂമിയിൽ ദേവന്മാർ വസിച്ചിരുന്ന കാലത്താണ് കുംഭമേളയുടെ കഥ തുടങ്ങുന്നത്. ദുർവാസാവ് മുനിയുടെ ശാപത്താൽ അവർ തളർന്നു പോവുകയും അസുരന്മാർ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനാലാണ് കുംഭമേളയുടെ പിന്നിലെ മുഴുവൻ കഥയും ആരംഭിക്കുന്നത്. ആരാണിത് ആരംഭിച്ചത്, എന്തിന്, എപ്പോൾ ആഘോഷിക്കപ്പെടുന്നു എന്നതും രസകരമായ ചില വസ്തുതകളാണ്. പ്രിയരെ നമസ്കാരം. ദേവതകളും അസുരന്മാരും ചേർന്ന് ഐതിഹ്യങ്ങൾ ചിത്രീകരിച്ച അനശ്വരതയുടെ അമൃത് ഉൽപ്പാദിപ്പിക്കുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ചരിത്രം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയ്ക്ക് അതിൻ്റേതായ മതപരമായ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ പങ്കെടുക്കുകയും പുണ്യമോ വിശുദ്ധമോ ആയ നദിയിൽ കുളിക്കുകയും ചെയ്യുന്ന വിശ്വാസപരമായ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനമാണിത്. എന്നാൽ കുംഭത്തിൻ്റെ അർത്ഥമെന്താണ്? എന്തിനാണ് ആഘോഷിക്കുന്നത്? ആരാണ് കുംഭമേള ആരംഭിച്ചത്? കുംഭമേളയുടെ കഥയെന്താണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോയിലൂടെ നമുക്കത് ഉണരാം. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് കുംഭമേള 12 വർഷത്തിനിടെ 4 തവണ ആഘോഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ടതും മതപരവുമായ ഉത്സവമാണ്. പുണ്യനദികളുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 4 തീർത്ഥാടന കേന്ദ്രങ്ങൾക്കിടയിലാണ് ഉത്സവത്തിന്റെ സ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഗംഗയുടെ തീരത്തുള്ള ഹരിദ്വാർ, മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിയിലെ ഉജ്ജയിൻ, മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയിലെ നാസിക്, ഉത്തർപ്രദേശ് ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ സംഗമ സ്ഥാനത്തുള്ള പ്രയാഗ്രാജ് എന്നിവയാണ് ഈ 4 സ്ഥലങ്ങൾ. 2021 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 17 വരെ ഹരിദ്വാറിലായിരുന്നു അവസാനത്തെ കുംഭമേള നടത്തിയത്. അതിനു മുൻപ് 2019 ജനുവരി 15 മുതൽ മാർച്ച് 4 വരെ നീണ്ടുനിന്ന കുംഭമേള നടന്നത് പ്രയാഗ്രാജിലായിരുന്നു. അടുത്ത പൂർണ്ണ കുംഭമേള 2025 ഏപ്രിൽ 9 മുതൽ മെയ് 8 വരെ ഉജ്ജയിനിൽ നടക്കും. ഇവിടെ വർഷ ഇടവേളകളെക്കുറിച്ചുള്ള അന്തരത്തിൽ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉടലെടുത്തേക്കാം. പൂർണ്ണ വീഡിയോ കാണുമ്പോഴേക്കും ആ സംശയം നിവർത്തി ചെയ്യപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ മതപരവും സാംസ്കാരികവുമായ മനുഷ്യ സംഗമമാണ് കുംഭമേളയെന്ന് പറയുന്നത് എത്രയോ വലിയ വസ്തുതയാണ്. 48 ദിവസങ്ങളിലായി കോടിക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ഭക്തർ, പ്രത്യേകിച്ചും സാധുക്കൾ, സ്വാദികൾ, സന്യാസിമാർ, തീർത്ഥാടകർ തുടങ്ങിയവർ ഈ മേളയിൽ പങ്കെടുക്കുന്നു. കുംഭം, മേള എന്നീ 2 വാക്കുകൾ ചേർന്നതാണ് കുംഭമേള. പുരാണങ്ങൾ എന്നറിയപ്പെടുന്ന പുരാതന വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവതകളും അസുരന്മാരും പരസ്പരം യുദ്ധം ചെയ്ത അനശ്വരമായ അമൃതിൻ്റെ പാത്രത്തിൽ നിന്നാണ് കുംഭം എന്ന പേര് ഉത്ഭവിക്കുന്നത്. നമുക്കെല്ലാം പരിചിതമായ മേള എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം കൂടുക അഥവാ സംഗമം എന്നാകുന്നു. ദേവതകളും അസുരന്മാരും ചേർന്നുള്ള ഐതിഹ്യങ്ങൾ ചിത്രീകരിക്കുന്ന അനശ്വരതയുടെ അമൃത് ഉൽപ്പാദിപ്പിക്കുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ചരിത്രം. ഇരു കൂട്ടരും സംയുക്തമായി ദൗത്യം പൂർത്തീകരിക്കുവാൻ ഉടമ്പടിയാവുകയും അധാർമികതയുടെ അമൃത് പകുതിയായി പങ്കിടുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇരു വിഭാഗങ്ങളും പിന്നീട് പ്രപഞ്ചത്തിന്റെ സ്വർഗീയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷീരസാഗരത്തിന്റെ തീരത്ത് ഒത്തുകൂടി. ക്ഷീരസാഗരം കടയുമ്പോൾ മാരകമായ വിഷം ഉൽപ്പാദിപ്പിച്ചു. അത് ത്രിലോകങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ ശിവൻ പാനം ചെയ്യുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് കടമ്പകൾ കടന്ന് ധന്വന്തരി ഭഗവാൻ തൻ്റെ കൈകളിൽ അനശ്വരതയുടെ അമൃതുമായി പ്രത്യക്ഷപ്പെട്ടു. മഹാസംഭവമായ പാലാഴി മദനത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നതിൽ അധിക പ്രസക്തിയില്ലാത്തതിനാലും നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതിനാലും നീട്ടുന്നില്ല. ക്ഷീരസാഗരത്തിൻ്റെ കടച്ചിലിനെ കുറിച്ചുള്ള പരിപൂർണ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാൻ ശ്രമിക്കുക. ബൃഹസ്പതി, സൂര്യൻ, ശനി, ചന്ദ്രൻ എന്നീ 4 ദൈവങ്ങളെ ഭാരമേൽപ്പിച്ച് ദേവതകൾ അമൃതകുംഭം ബലമായി നിലനിർത്തി. തുടർന്ന് വഞ്ചിക്കപ്പെട്ട അസുരന്മാർ ദേവതകളെ ദിവസങ്ങളോളം വേട്ടയാടുന്നു. ഈ സന്ദർഭത്തിൽ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ 4 സ്ഥലങ്ങളിൽ കുംഭത്തിൻ്റെ തുള്ളികൾ വീണു. അനന്തരം ഈ 4 സ്ഥലങ്ങളും നിഗൂഢ ശക്തികൾ നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. പവിത്രമായ കലം, അതായത് കുംഭത്തിനു വേണ്ടിയുള്ള ദേവന്മാരുടെയും അസുരന്മാരുടെയും പോരാട്ടം 12 ദിവ്യ ദിവസങ്ങൾ നീണ്ടതായിരുന്നു. ഈ ദൈർഘ്യം ഇന്നത്തെ മനുഷ്യർക്ക് 12 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള ആഘോഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പുണ്യസ്ഥലങ്ങളിലോ പുണ്യനദികളിലോ ഒത്തുചേരൽ നടക്കുന്നു. ഈ കാലഘട്ടത്തിൽ നദികൾ അമൃതായി മാറുമെന്നും അതിനാൽ ലോകമെമ്പാടുമുള്ള നിരവധി തീർത്ഥാടകർ വിശുദ്ധിയുടെയും അമർത്യതയുടെയും സത്തയിൽ കുളിക്കാൻ കുംഭമേള സന്ദർശിക്കാറുണ്ടെന്നതാണ് ഐതിഹ്യം. കുംഭമേളകൾ പലതരത്തിലുണ്ട്. മഹാകുംഭമേള, പൂർണ്ണ കുംഭമേള, അർദ്ധകുംഭമേള, കുംഭമേള, മാഘ കുംഭമേള എന്നിങ്ങനെ 5ആയി അവയെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക. മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടത്തപ്പെടുന്നത്. അതായത് 12 പൂർണ്ണമായ കുംഭമേളകൾക്ക് ശേഷം നടത്തുന്നതാണ് മഹാകുംഭമേള. 2 പൂർണ്ണ കുംഭമേള.
പൂർണ്ണമായ കുംഭമേള 12 വർഷം കൂടുമ്പോൾ ഒത്തുചേരുന്നതാണ്. പ്രധാനമായും ഭാരതത്തിലെ 4 കുംഭമേള സ്ഥലങ്ങളായ പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നിവിടങ്ങളിലാണ് നടക്കുക. ഓരോ 12 വർഷങ്ങളിലും ഈ സ്ഥലങ്ങളുടെ ഊഴത്തിൻ പ്രകാരം ഒന്നിൽ നടത്തപ്പെടുന്നു. 3 അർദ്ധ കുംഭമേള. ഭാരതത്തിൽ 6 വർഷം കൂടുമ്പോൾ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും മാത്രം നടത്തുന്ന കുംഭമേളയെന്നാണ് അർദ്ധ കുംഭമേളയ്ക്ക് അർത്ഥം. 4 കുംഭമേള. 3 വർഷം കൂടുമ്പോൾ 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടത്തുന്നതും സംസ്ഥാന സർക്കാരുകൾ സംഘടിപ്പിക്കുന്നതുമായ കുംഭമേളയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. 5 മാഘ കുംഭമേള. മാഘ കുംഭമേള മിനി കുംഭമേള എന്നും അറിയപ്പെടുന്നു. ഈ കുംഭമേള ഹിന്ദു പഞ്ചാംഗമനുസരിച്ച് വർഷം തോറും മാഘമാസത്തിൽ മാത്രം സംഘടിപ്പിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ വ്യത്യസ്ത രാശികളുടെ ആ കാലഘട്ടത്തിലെ സ്ഥാനമനുസരിച്ചാണ് കുംഭമേളയുടെ വേദി തീരുമാനിക്കുന്നത്. അന്നു മുതൽ കുംഭമേള എല്ലാ ആചാരപരമായ വിശ്വാസത്തോടും കൂടി ആഘോഷിക്കപ്പെടുന്നു. വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള ആളുകൾ മേള ആഘോഷിക്കുവാൻ അവിടങ്ങളിൽ ഒത്തുകൂടുന്നു. കുംഭമേളയെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകളും നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതസമ്മേളനമാണ് കുംഭമേള. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മത തീർത്ഥാടക സംഘം എന്നും പറയപ്പെടുന്നു. കുംഭമേളയുടെ ആദ്യ ലിഖിത തെളിവ് ഭാഗവത പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്നു. 625 മുതൽ 645 വരെയുള്ള AD ഹർഷവർദ്ധനന്റെ ഭരണകാലത്ത് ഭാരതം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുസ്വാൻ സാങ് അഥവാ സുവാൻ സാങ് കൃതികളിൽ കുംഭമേളയുടെ രേഖാമൂലമുള്ള തെളിവ് പരാമർശിക്കപ്പെടുന്നു. കൂടാതെ സമുദ്രമഥനത്തെക്കുറിച്ച് ഭാഗവത പുരാണം, വിഷ്ണു പുരാണം, മഹാഭാരതം, രാമായണം എന്നിവയിലും പരാമർശമുണ്ട്. പ്രയാഗ്രാജ്, നാസിക്, ഹരിദ്വാർ, ഉജ്ജയിൻ എന്നീ 4 സ്ഥലങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന കുംഭമേളയാണ് പ്രയാഗ്രാജിൽ നടന്നത്. പ്രവചനം, കീർത്തനം, മഹാപ്രസാദം എന്നിവയാണ് കുംഭമേളയിൽ കുളിക്കലിനൊപ്പം മുഖ്യമായ മറ്റ് പ്രകടനങ്ങൾ. കുംഭമേള നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സുപ്രധാന താൽക്കാലിക വരുമാന സ്രോതസ്സാണ്. കുംഭമേളയിൽ കുംഭത്തിലെ ഷാഹി സ്നാൻ എന്നറിയപ്പെടുന്ന വിശുദ്ധരുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ കുളി. അത് പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്നു. വിശുദ്ധനായ വ്യക്തിയുടെ രാജകീയമായ കുളിക്ക് ശേഷം സാധാരണക്കാർക്ക് കുളിക്കാൻ അനുവാദം ലഭിക്കുന്നു. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ഗംഗയിലെ പുണ്യജലത്തിൽ സ്നാനം ചെയ്യുന്നവർ ശാശ്വതമായി അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുമാത്രമല്ല, അതുവരെയുള്ള പാപം കഴുകി അവരെ മോക്ഷത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കുംഭമേളയുടെ 4 സ്ഥലങ്ങൾ അഥവാ നിർദ്ദിഷ്ട സ്ഥാനങ്ങൾ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഇറ്റുവീണ അമൃത് അഥവാ അനശ്വര പാനീയം നിമിത്തമാണ് ഉദ്ദേശകാര്യത്തിന് പ്രാപ്യമായത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒത്തുചേരൽ കുംഭമേള യുനെസ്കോയുടെ പ്രതിനിധി പട്ടികയിൽ മനുഷ്യന്റെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യനദിയിൽ അമൃത് വീണതായി കരുതപ്പെടുന്ന തീയതികളിലാണ് കുംഭമേള നടക്കുന്നത്. എല്ലാ വർഷവും വ്യാഴൻ, സൂര്യൻ, ചന്ദ്രൻ എന്നീ രാശികളുടെ സ്ഥാനങ്ങൾ കൂടിച്ചേർന്നാണ് തീയതികൾ കണക്കാക്കുന്നത്. കുംഭം എന്നാൽ അമൃത് എന്നാകുന്നു. ഭൂമിയിൽ ദേവന്മാർ വസിച്ചിരുന്ന കാലത്താണ് കുംഭമേളയുടെ കഥ തുടങ്ങുന്നത്. ദുർവാസാവ് മുനിയുടെ ശാപത്താൽ അവർ തളർന്നു പോവുകയും അസുരന്മാർ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനാലാണ് കുംഭമേളയുടെ പിന്നിലെ മുഴുവൻ കഥയും ആരംഭിക്കുന്നത്. ആരാണിത് ആരംഭിച്ചത്, എന്തിന്, എപ്പോൾ ആഘോഷിക്കപ്പെടുന്നു എന്നതും രസകരമായ ചില വസ്തുതകളാണ്. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.